വെൽക്കം ടു മലയാളീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നല്ല വ്യത്യസ്തമായൊരു വിഭവമാണ്. എന്നും പുതുമയാർന്ന നല്ല വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ടാണ് മലയാളീസ് കിച്ചൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഈ വീഡിയോസുകളൊക്കെ എത്തട്ടെ. അപ്പോൾ ഇന്നത്തെ എന്താണ് നല്ലൊരു ഡിഷാണ്, നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൻ. ഞാൻ ഉമാകൃഷ്ണൻ. നമുക്കൊരു സ്പെഷ്യൽ വെറൈറ്റി മെഴുക്കുപുരട്ടി എല്ലാവർക്കും അറിയാം, എല്ലാവരും ട്രൈ ചെയ്യാറുണ്ട്. ഏറ്റവും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് മെഴുക്കുപുരട്ടി. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി സ്പൈസി മെഴുക്കുപുരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ്, ഒരു സവോളയുടെ വലുപ്പത്തിലുള്ള ക്യാബേജ്, ഇത് മൂന്നും കൂടി. ക്യാബേജ് ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും, ക്യാരറ്റ് നമ്മൾ തോരൻ അരിയുന്നത് പോലെ പൊടിയായിട്ട്, അതുപോലെ സവോളയും പൊടിയായിട്ട് അരിഞ്ഞത്, ഇത് മൂന്നും കൂടി നന്നായിട്ട് ഉപ്പും ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് അടുപ്പിലോട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു സിമ്മിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം 2 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് വെച്ചതാണ്. ഇതിൽ നിന്നും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ ഇതിൽ നിന്ന് നമ്മുടെ ഉള്ളിയിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ആ ഒരു വെള്ളമയത്തിൻ്റെ ഇതിലാണ് ഇത് വെന്ത് വരുന്നത്. ഇപ്പം ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതുപോലെ മുളക് പൊടി 1 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി ഏകദേശം 1/2 ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് സാമ്പാർ പൊടി, അത് ഒരു 1/4 ടീസ്പൂണ് സാമ്പാർ പൊടി. അതാണ് ഞാൻ പറയുന്നത് വെറൈറ്റി മെഴുക്കുപുരട്ടി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു 1/4 ടീസ്പൂണോളം സാമ്പാർ പൊടി. അപ്പോൾ ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തായിരുന്നു. മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചേക്കായിരുന്നു. അപ്പം ഇത് വളരെ പെട്ടെന്ന്, ക്യാരറ്റ് ആകുമ്പോഴത്തേക്കിന് ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ക്യാരറ്റും പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ ആ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അതിൽ കിടന്നിട്ടാണ് ഈ നമ്മുടെ ആ ആവിയിലാണ് ഒന്ന് വെന്ത് വരുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു കുരുമുളകിൻ്റെയും ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഒരു സ്മെല്ല് നന്നായിട്ട്. ഞാൻ ഇതിന് പച്ചമുളക് ചേർത്തിട്ടില്ല, കാര്യം മുളക് പൊടിയുടെ ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുരുമുളകും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എരിവ് ഒന്ന് ക്ലിയർ ചെയ്യുക. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ആ 1/4 ടീസ്പൂണോളം ഇട്ടിട്ട് കുരുമുളക് പൊടിയും കൂടി 1/4 ടീസ്പൂൺ ഇടുക. നന്നായിട്ട് ഇത് വെന്തും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയായിരുന്നു. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ഞാനൊന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചോറിൻ്റെയൊക്കെ കൂടെ, ചോറിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തി അതുപോലുള്ള എല്ലാ ഡിഷുമായിട്ട് നമുക്ക് ഈ ഒരു മെഴുക്കുപുരട്ടി കഴിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഫില്ലിങ്സ്, ചപ്പാത്തിക്കൊക്കെ ഫില്ലിങ് തയ്യാറാക്കാനും നമുക്ക് ഈ ഒരു ഡിഷ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്പെഷ്യൽ സ്പൈസി മെഴുക്കുപുരട്ടിയാണ്. മിക്സഡ്, ഇതിനകത്ത് വെജിറ്റബിൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്യുക. ഒരു സ്പൈസ് ഒരു പരിധി വരെ കുറയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.